Hello, welcome back to Yummy Malabar. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്ന റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ലഡുവിന്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം വളരെ എളുപ്പമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ലഡു ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ഏത് കപ്പിലാണോ ഗോതമ്പ് പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതി പഞ്ചസാര എടുക്കണം. ഇനി ഒരു പാന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഒരു 3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. ആ ഗോതമ്പ് പൊടിയുടെ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇത് ഗോതമ്പ് പൊടി ചൂടായി വന്നാൽ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ടൈം ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലഡുവിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും. അപ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഇത്രയും മതി. നമ്മുടെ ഗോതമ്പ് പൊടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ പാനിൽ നിന്ന് നമ്മൾക്ക് ഈ ഗോതമ്പ് പൊടി മാറ്റിയെടുക്കണം. ഈ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറും മാറും, അതുപോലെ തന്നെ ടേസ്റ്റും മാറും, കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം ഒരു പാനിലേക്ക് 6 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് തന്നെ യൂസ് ചെയ്യണം, സൺഫ്ലവർ ഓയിലൊന്നും യൂസ് ചെയ്യരുത്. നെയ്യ് യൂസ് ചെയ്താലാണ് ലഡുവിൻ്റെ ടേസ്റ്റ് അങ്ങ് കിട്ടുള്ളൂ. അപ്പോൾ 6 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉരുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നെയ്യ് ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ബദാമും തൊലി കളഞ്ഞ കപ്പലണ്ടിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയൊരു പാത്രം എടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും നട്ട്സും പൊടിച്ചത് കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്താൽ നന്നായിരിക്കും. അപ്പോൾ പഞ്ചസാരയും ഗോതമ്പ് പൊടിയും മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച നെയ്യ് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നെയ്യ് മുഴുവനായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഗോതമ്പ് പൊടി നെയ്യിൽ കിടന്ന് മിക്സായിട്ട് നമുക്ക് കയ്യിലിട്ടിട്ട് ബോൾ ഷേപ്പിലാക്കി ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകം ആകുന്നത് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ആറ് ടേബിൾ സ്പൂൺ നെയ്യും മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടി ബോൾ ഷേപ്പിലാക്കി എടുക്കണം. നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് ആ വലിപ്പത്തിനനുസരിച്ചിട്ട് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ലഡു ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കാനായി. ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ലഡു ചെയ്തെടുക്കാനായിട്ട്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്